പാർക്ക് അസിസ്റ്റന്റ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് പോകും. വേറെ വണ്ടികൾ സ്കൂട്ടർ ഒക്കെ ഓടിച്ച് ശീലിച്ചിട്ട് ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ മോട്ടർ പിന്നെ ഓൺ ആവുള്ളൂ. ഹായ്, നമസ്കാരം. നമ്മളിന്ന് ഒരു വണ്ടിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മുടെ ചാനലിൽ വെഹിക്കിൾ റിവ്യൂസ് ഒന്നും നമ്മൾ ചെയ്യാറില്ല. ഇത് ചെയ്യാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, അടുത്ത ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ജനറേഷനാണ്. അതിൽ വരുന്ന ഒരു കിടിലൻ സ്കൂട്ടറാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. Ather 450X എന്ന് പറയുന്ന സ്കൂട്ടറാണ്, ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമ്മൾ റിവ്യൂ ചെയ്യുന്നതെന്ന് മാത്രമല്ല, ഇത് നമ്മൾ ഷോറൂമിൽ പോയിട്ട് എടുത്തിട്ട് റിവ്യൂ ചെയ്യുന്നതെന്നല്ല, ഇത് ശരിക്കും ഒരു ഓണറുടെ റിവ്യൂ കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു വണ്ടി കേരളത്തിൽ തന്നെ അധികമൊന്നും ഇറങ്ങിയിട്ടില്ല. അത് തന്നെ നമ്മുടെ തൃശ്ശൂർ, ഇപ്പോൾ ഞാൻ തൃശ്ശൂരാണുള്ളത്. തൃശ്ശൂരത്തെ ഫസ്റ്റ് വണ്ടിയാണിത്, ഫസ്റ്റ് ഡെലിവറിയാണ്. എറണാകുളത്തെ ഷോറൂമിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഫസ്റ്റ് ഡെലിവറിയാണ് ഈ വണ്ടി. അപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരിലെ ജിൻഡോ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ്. നമുക്ക് ജിൻഡോയിലേക്ക് പോവാം. അപ്പോൾ അദ്ദേഹം ഇത് എടുത്തിട്ട് കുറച്ച്, ഇപ്പോൾ എത്ര ദിവസമായിട്ടുണ്ടാവും എടുത്തിട്ട്? ഏകദേശം 2 ദിവസമായിട്ടുണ്ട്. 2 ദിവസം. ഓക്കെ. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പറയാനുള്ളത്? ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു EV എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകാൻ കാരണം നമ്മുടെ ഒരു കസിനാണ് നമ്മളോട് പറഞ്ഞത്. EV ഇപ്പോൾ ഒരു പുതിയ മോഡൽ വണ്ടി വന്നിട്ടുണ്ട്. ഒരു 3 months 4 months ഞാൻ ഇത് ചെക്ക് ചെയ്തു. പിന്നെ എറണാകുളത്ത് നമ്മുടെ ഒരു ഷോറൂം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിൽ ഞാൻ ആ പുള്ളിനെ കൊണ്ടുപോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ നമ്മൾ മറ്റുള്ള EV വണ്ടികൾ ഓടിക്കുന്നതിലും ഒരു ഡിഫറെൻ്റ് ഒരു മൂഡും അതുപോലെ തന്നെ വേറൊരു സെഗ്മെൻറ്റ് ഓടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ടോട്ടലി നമ്മളതെല്ലാം നോക്കിയപ്പോൾ വണ്ടി നമുക്ക് ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ നോക്കി, പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ വണ്ടിയും കുഴപ്പമില്ല, ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കില്ലാത്തൊരു കാര്യം എങ്ങനെയല്ലോ, അതായത് ഒരു വണ്ടി ആൾക്കാർ എല്ലാം എടുക്കാൻ തയ്യാറാണ്, EV ആയാലും. പക്ഷെ പഴയ കൺസെപ്റ്റിൽ നിന്ന് മാറി ഒരു പുതിയൊരു EV കൺസെപ്റ്റിലേക്ക് ഈ വണ്ടി കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഗോ ഗ്രീൻ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ട്. പതുക്കെ സ്റ്റെപ്പായിട്ട് മാറണമെന്ന്. പെട്ടെന്ന് മാറാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. എല്ലാ വണ്ടികളും വിറ്റിട്ട് ഇപ്പോൾ ഒരു ഇലക്ട്രിക് വാഹനത്തിലേക്ക് മാറാനും നമ്മളെ കൊണ്ട് എളുപ്പമല്ല. ഓരോ സ്റ്റെപ്പായിട്ട് നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്റ്റെപ്പായിട്ട് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം എന്നുള്ള ലെവലിലാണ് ഞാൻ ഈ വണ്ടി ബുക്ക് ചെയ്തും എടുത്തത്. ജിൻഡോ സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, പിന്നെ സ്വന്തമായിട്ട് സൈക്കിൾ ഷോപ്പ് ഉണ്ടല്ലേ? 2 സൈക്കിൾ ഷോപ്പുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ആ ഗോ ഗ്രീൻ്റെ ഒരു കൺസെപ്റ്റ് വേണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള വണ്ടികളൊക്കെ ഉണ്ട്, ഇതെല്ലാം പെട്രോളുള്ള വണ്ടികളാണ്. പക്ഷെ എന്നാലും നമ്മൾ ഓരോ മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് പതുക്കെ സ്റ്റെപ്പ് ചെയ്ത് നോക്കാം എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ എടുത്തത്. ഞാനും എൻ്റെ ഒരു കസിനും കൂടിയിട്ടാണ് പോയത്, വണ്ടി എടുക്കാൻ പോയത് എറണാകുളത്ത് നിന്ന്. അറൗണ്ട് ഒരു ഏകദേശം 84 കിലോമീറ്റർ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക് കറക്റ്റ്. അപ്പോൾ അവർ പറഞ്ഞത് എക്കോ മോഡൽ ഇട്ട് കഴിഞ്ഞാൽ 85 കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഡബിൾ വെച്ചിട്ടാണ് പോകുന്നത്. ഏകദേശം 50 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. ഒരു ഇവിടം വരെ എത്തിയപ്പോൾ കറക്റ്റ് 2% ബാറ്ററി ഉണ്ടായിരുന്നു. 1 കിലോമീറ്റർ ചാർജ് ഓടാനുള്ളതും ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് എന്നല്ലേ, എവിടെയെങ്കിലും വെച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മൾ കയറ്റിക്കൊണ്ട് നമ്മൾ കറക്റ്റ് ആയിരുന്നു. ഡബിൾ വെച്ചിട്ട് നമ്മൾ പോകുന്നത്. അതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കിയത്. എങ്ങനെയുണ്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്ന പോലെ തന്നെ വണ്ടി ഓടിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. ഫസ്റ്റ് നമ്മൾ ഓണർ എന്ന സ്ഥിതിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, കുഴപ്പമില്ല. സാധാരണ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തന്നെ ഇതിൻ്റെ ഒരു ലുക്ക് തന്നെ ഭയങ്കര ഒരു വെറൈറ്റി ലുക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സാധാരണ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സ്പീഡ് കുറഞ്ഞ സ്കൂട്ടറുകൾ, പവർ കുറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെയാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് സാധാരണ നമ്മുടെ സ്കൂട്ടറുകളൊക്കെ പോലെ തന്നെ ഒരു 90 കിലോമീറ്റർ സ്പീഡ് വരെയൊക്കെ പോകാൻ പറ്റുന്ന ടൈപ്പ് ഒരു സ്കൂട്ടറാണ്. പിന്നെ ഇതിൻ്റെ ചാർജിങ് ഒക്കെ എങ്ങനെയാണ്? ചാർജിങ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ 2-3 ടൈപ്പ് ചാർജിങ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ Atherൻ്റെ തന്നെ ഒരു ഗ്രിഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിപ്പോൾ എല്ലാവിടെ അവൈലബിൾ അല്ല. എറണാകുളത്ത് അറൗണ്ട് 6 സ്റ്റേഷൻ 7 സ്റ്റേഷൻ ആയിട്ടുണ്ട്. ഭാവിയിൽ അവർ കൂട്ടി വരുന്നു പറയണം. അപ്പോൾ എറണാകുളത്താണ് ഇപ്പോൾ കൂടുതലുള്ളത്. നമുക്ക് തൃശ്ശൂർ ഇത് അവൈലബിൾ അല്ല. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോർട്ടബിൾ ചാർജർ നമുക്ക് ഇതിൻ്റെ ഒപ്പം വാങ്ങുമ്പോൾ പോർട്ടബിൾ ചാർജറും അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഒരു വാളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജർ ഇവർ തരും. ഈ 2 ചാർജറാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊരു അറൗണ്ട് 3.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് 80% വരെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. ഫുൾ പെർസെൻറ്റേജ് ആവണമെങ്കിൽ നമുക്ക് അറൗണ്ട് 5 മണിക്കൂർ തന്നെ വേണം. 100% ചാർജ് ആവണമെങ്കിൽ. അപ്പോൾ ഇത് 5 മണിക്കൂർ വേണം. ഇത് 100% ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട് 5 മണിക്കൂർ വേണം. എക്കോ മോഡലാണെങ്കിൽ 55 കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് സ്പീഡ് കിട്ടുള്ളൂ. ഇതിൻ്റെ ഫുൾ സ്പീഡ് 80-90 സ്പീഡൊക്കെ കിട്ടണമെങ്കിൽ ഇതിൻ്റെ വാർപ്പ് എന്ന് പറയുന്ന ഒരു ഹൈ പവർ മോഡുണ്ട്. അതിലാണ് നമുക്ക് ഈ പറയുന്ന 90 കിലോമീറ്ററൊക്കെ സ്പീഡിൽ പോകാൻ പറ്റുന്നത്. പക്ഷേ അതിലിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ഫുൾ ബാറ്ററി ചാർജ് ഉണ്ടെങ്കിലും
ഇത്ര കിട്ടില്ല. അതിനനുസരിച്ച് ഏകദേശം ഒരു 30% ബാറ്ററിയുടെ ഇത് കുറയും, കൺസപ്ഷൻ കുറയും. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഇതൊന്ന് റൈഡ് ചെയ്ത് നോക്കാം. സാധാരണ സ്കൂട്ടറുകളൊക്കെ പോലെ തന്നെ ചാവി തിരിച്ചിട്ട് തന്നെയാണ് ഓൺ ചെയ്യുന്നത്. ഇവിടെ ഇത് ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഡിസ്പ്ലേ തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. ഒരു മൊബൈൽ ഫോൺ പോലെ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് പോലെയൊക്കെ വരുന്നൊരു വലിയ ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ വരുന്നത്. അതിലാണ് ഇതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം വരുന്നത്. ഒരു ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേയും കൂടിയാണ്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റാർട്ട് ഇതാണ്. അതുപോലെ തന്നെ ഇത് മോഡുകൾ സെലക്ട് ചെയ്യാനുള്ള ബട്ടണാണിത്. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് കാണാം, ഇതിൽ എക്കോ മോഡിലാണ് കിടക്കുന്നത്. ഈ ബട്ടൺ നമ്മൾ ഇങ്ങനെ മാറ്റിക്കൊണ്ട് നമുക്ക് ഈ മോഡുകൾ മാറ്റാം. ഇപ്പോൾ ഇത് റൈഡ് മോഡിലേക്ക് മാറി. ഇത് സ്പോർട്ട് മോഡ്, ഇത് വാർപ്പ് മോഡ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ബാറ്ററി 95% ആണ് ബാറ്ററി റിമൈനിങ് ആയിട്ടുള്ളത്. അപ്പോൾ എക്കോ മോഡിൽ ഇടുമ്പോൾ 80 കിലോമീറ്റർ റൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് കാണിക്കുന്നുണ്ട്. അതുപോലെ റൈഡ് മോഡിലാണെങ്കിൽ അത് 66 കിലോമീറ്റർ ആയിട്ട് കുറയും. സ്പോർട്ട് മോഡിൽ 57 കിലോമീറ്റർ, വാർപ്പ് മോഡിലാകുമ്പോൾ 47 കിലോമീറ്ററേ നമുക്ക് കിട്ടുന്നുള്ളൂ. 95% ബാറ്ററിയിൽ 47 കിലോമീറ്ററാണ് നമുക്കിനി റൈഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഓഡോമീറ്റർ ഇവിടെ കാണിക്കുന്നുണ്ട്. ട്രിപ്പ്, ആവറേജ് സ്പീഡ്, ഇതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ടച്ച് സ്ക്രീനിൽ ഇതാണ് മെനു. ഇതിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ സെറ്റിങ്സും ഇവിടെ കാണാൻ പറ്റും. ജനറലിൽ നമ്മുടെ പേര്, രജിസ്ട്രേഷൻ നമ്പർ, അങ്ങനെയുള്ള സംഭവങ്ങൾ. സെറ്റിങ്സ്, ഇതിൽ സ്ക്രീൻ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ തീം, ലൈറ്റ് തീം, ഡാർക്ക് തീം, അങ്ങനെ തീമുകളുണ്ട്. അതുപോലെ എറേഴ്സ്, ഇതിൽ എന്തെങ്കിലും എററുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മോട്ടർ എററോ അല്ലെങ്കിൽ ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എററോ അങ്ങനെ എന്തെങ്കിലും എററുകളൊക്കെ വരികയാണെങ്കിൽ ഇതിലാണ് എറർ കാണിക്കുക. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ഇതിൽ നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യാനൊക്കെ പറ്റും. ഡോക്യുമെൻറ്റ്സ്, പിന്നെ ഷട്ട് ഡൗൺ, ഇങ്ങനെയുള്ള ഓപ്ഷൻസാണ്. ഡോക്യുമെൻറ്റ്സിനകത്ത് നമുക്ക് നമ്മുടെ ലൈസൻസ്, രജിസ്ട്രേഷൻ, RC ബുക്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ഡോക്യുമെൻ്റായിട്ട് സേവ് ചെയ്തിടാം. അതുപോലെ ഇതിൽ ഓട്ടോ അപ്ഡേഷൻ ഫീച്ചർ വരുന്നുണ്ട്. കമ്പനി ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ മ്യൂസിക് കൺട്രോൾ ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. പക്ഷേ മ്യൂസിക് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ മ്യൂസിക് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഇത് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. നേരത്തെ ഇത് ലിനക്സ് ആയിരുന്നു ഇവർ ആദ്യം പുറത്തിറക്കിയിരുന്നത്. ഇപ്പോൾ അത് ആൻഡ്രോയിഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ മെനുവിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ചെയിൻ നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മുടെ സ്കൂട്ടറുകളിലൊക്കെ ഉള്ള പോലെ തന്നെ മെറ്റലിൻ്റെ ചെയിനല്ല, ഇത് ബെൽറ്റ് ഡ്രൈവാണ് വരുന്നത്. ഒരു ബെൽറ്റാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ബെൽറ്റാണ് വരുന്നത്. ഇവിടെ ഒരു കിൽ സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഹോൺ, ഇൻഡിക്കേറ്റർ, അതുപോലെ നമ്മുടെ ഹെഡ്ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും ചെയ്യാനുള്ള ഓപ്ഷൻ, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത് ഓപ്ഷൻ. കീയിൽ വരുന്നത് ഓൺ, ഓഫ്, ലോക്ക്, അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് തുറക്കാനുള്ള ഓപ്ഷൻ ഇതിൽ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് സീറ്റ് ഒന്ന് തുറന്ന് നോക്കാം. സീറ്റ് ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു സ്പേസ് വരുന്നുണ്ട്. ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റൊക്കെ ഇതിനകത്ത് സിമ്പിളായിട്ട് വെക്കാവുന്നേ ഉള്ളൂ. അത്രയും നല്ല സ്പേസ് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. അതായത് ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ സ്കൂട്ടറുകളിൽ നമ്മളിവിടെ വലിയ വെയിറ്റൊക്കെ വെച്ച് കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് ഇതിൽ. അതൊരു എടുത്തു പറയേണ്ടതാണ്. കാരണം ഇവിടെ ഒരു 25 kg വരെയൊക്കെ നമുക്ക് വെയിറ്റ് വെച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സാധാരണ നമ്മൾ സ്കൂട്ടറുകളിൽ പലരും നല്ല വെയിറ്റുള്ള സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. പിന്നെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ, നമുക്ക് ബാക്കും ഫ്രണ്ടും എല്ലാം ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. പിന്നെ സസ്പെൻഷൻ പറയുകയാണെങ്കിൽ ഇത് സെൻട്രലാണ് വരുന്നത്. അത് ശരിക്കും നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു എഫക്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ റോഡുകളൊക്കെ കുഴിയും ഒക്കെയുള്ള റോഡുകളിലൂടെയൊക്കെ പോകുമ്പോൾ ശരിക്കും നല്ലൊരു സസ്പെൻഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൽ. അതുപോലെ നമ്മുടെ ഫുഡ് റെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു പ്രത്യേകതയുള്ള രീതിയിൽ സാധാരണ ഇങ്ങനെ മടക്കി വെക്കുന്ന ടൈപ്പ് ഒരു ഫുഡ് റെസ്റ്റ് ആയിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക എല്ലാ സ്കൂട്ടറുകളിലും. ഇതിൽ വേറൊരു രീതിയിലുള്ള ഫുഡ് റെസ്റ്റാണ് വരുന്നത്.
ശരിക്കും പിന്നിൽ ബാക്കിലിരിക്കുന്നവർക്ക് കറക്റ്റായിട്ട് കാല് വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അതുള്ളത്. പക്ഷേ വേറൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ലേഡീസൊക്കെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കാറുണ്ട്, ഇപ്പോൾ സാരി എടുത്തിട്ട് പോകുമ്പോഴും ഒക്കെ. അപ്പോൾ അവർക്ക് കാല് വയ്ക്കാൻ പറ്റുന്ന ഒരു ഫുഡ് റെസ്റ്റ് ഇതിൽ വരുന്നില്ല. ആ ഒരു സിസ്റ്റം ഇവർ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം 2 വീലറിൽ ഒരു സൈഡ് ചെരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു രീതിയാണ്. ശരിക്കും പുറകിലിരുന്ന് യാത്ര ചെയ്യുന്ന ആൾ റൈഡറെ പോലെ തന്നെ 2 സൈഡിലേക്കും കാലുകളിട്ട് യാത്ര ചെയ്യണം എന്ന് തന്നെയാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ നമുക്കൊക്കെ തോന്നുന്നൊരു കാര്യം ഉണ്ടാവും, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മഴ പെയ്യുമ്പോഴൊക്കെ റോട്ടിലൊക്കെ അത്യാവശ്യം വെള്ളം കയറാറുണ്ട്. അപ്പോൾ ബാറ്ററി താഴെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിനകത്താണ് മോട്ടർ വരുന്നത്. അപ്പോൾ ഈ വെള്ളം കയറുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ എറണാകുളത്തൊക്കെ നോക്കുകയാണെങ്കിൽ, എടപ്പള്ളി ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിലൊക്കെ ചിലപ്പോൾ വെള്ളം ഉണ്ടാവാറുണ്ട് റോട്ടിലൊക്കെ മഴക്കാലത്ത്. അപ്പോൾ ബാറ്ററി പ്രത്യേകിച്ച് ഇലക്ട്രിക് വണ്ടി ആകുമ്പോൾ വെള്ളം എത്രത്തോളം അതിന് പ്രശ്നമാകും എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് വരാം. അപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത് ഇത് ബാറ്ററിയും മോട്ടറും കംപ്ലീറ്റ് IP67 റേറ്റിംഗ് ഉള്ള വാട്ടർ പ്രൂഫ് ബാറ്ററിയും അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് മോട്ടറുമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ വെള്ളം പ്രശ്നമല്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് വരുന്നുണ്ട്. കണ്ടോ, എൻ്റെ ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതിനേക്കാളും ഇത്രയും ഹൈറ്റ് വരുന്നുണ്ട്, നല്ല ഹൈറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റോഡിലെ കുണ്ടും കുഴിയുള്ള റോഡിലൂടെയൊക്കെ പോകുമ്പോഴാണെങ്കിൽ തന്നെ അതിൽ തട്ടാനുള്ള, അല്ലെങ്കിൽ ഹമ്പ് ചാടുമ്പോഴാണെങ്കിലും അതിൽ തട്ടാനുള്ള ചാൻസ് ഒന്നും വരുന്നില്ല. അതുപോലെ വെള്ളമാണെങ്കിലും ആ ഒരു ലെവലിലൊക്കെ ആണെങ്കിൽ അതിൽ വെള്ളം ടച്ച് ചെയ്യുകയില്ല. വെള്ളം കയറിയാൽ തന്നെ ഒരു 1 മീറ്റർ വരെ വെള്ളം കയറിയാലും പ്രശ്നമില്ല എന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇത് ചാർജ് ചെയ്യുമ്പോൾ, ഈ 5 മണിക്കൂർ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം യൂണിറ്റ് കറണ്ട് നമുക്ക് ചിലവാകും? ഏകദേശം ഇപ്പം ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല, എന്നാലും ഞാൻ പറയാൻ വെച്ച് കഴിഞ്ഞാൽ കമ്പനി പറഞ്ഞൊരു അറിവനുസരിച്ച് 3 യൂണിറ്റ് കറണ്ടാണ് ഒരു ഫുൾ ചാർജിന് വേണ്ടി വരുന്നത്. 3 യൂണിറ്റ് അല്ലേ? പിന്നെ എന്നെ സംബന്ധിച്ച് അതും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട് കംപ്ലീറ്റ് സോളാർ ചെയ്തിട്ടുണ്ട്. 3 കിലോവാട്ടിൻ്റെ സോളാർ ഓൺ ഗ്രിഡും ചെയ്തിട്ടുണ്ട്, ഒരു ഇതിൻ്റെ 1 kV ഒരു ഓഫ് ഗ്രിഡും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ചാർജ് വരുന്നില്ല. അതാണ് നമ്മൾ ഇതിലേക്ക് ഒരു കൺസെപ്റ്റിലേക്ക് കൂടുതൽ പോയത്. ശരിക്കും പറഞ്ഞാൽ ഒരു സീറോ കോസ്റ്റിലാണ് ഇപ്പോൾ ഞാൻ ഓടിക്കുക. കാരണം നമ്മളിപ്പോൾ ഏകദേശം അറൗണ്ട് ഒരു 3 കിലോവാട്ടിൽ നിന്ന് എനിക്കൊരു 16 യൂണിറ്റോളം ഡെയിലി ഉൽപ്പാദനം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം നമ്മളൊരു 12 യൂണിറ്റ് അല്ലെങ്കിൽ ഒരു 13 യൂണിറ്റ് മാക്സിമം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വരുന്നുള്ളൂ. AC ഇട്ടിട്ടായാലും വരുന്നുള്ളൂ. ബാക്കി 3 യൂണിറ്റ് നമ്മൾ കൊടുക്കണം KCBക്ക്. അറൗണ്ട് 2.50 അങ്ങനെ കിട്ടുന്നത് ഒരു യൂണിറ്റിന് കിട്ടുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അവർക്ക് അത് കൊടുത്താലും തന്നെ ഇത്ര ചാർജ് ആകുമ്പോൾ നമുക്ക് തരുന്നുള്ളൂ. നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ഇലക്ട്രിക്കൽ വണ്ടികളോട് ഒരു കൺസെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു യൂണിറ്റും കൂടി നമുക്ക് യൂസ് ചെയ്തിട്ട് മാക്സിമം നമ്മുടെ പ്രൊഡക്ഷൻ നമുക്ക് യൂസ് ചെയ്യാന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മളങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാനുള്ള കൂടുതലും ഒരു കാരണം. വാറണ്ടിക്ക് എങ്ങനെയാണ് പറയുന്നത്? വാറണ്ടി 3 വർഷമാണ് അവർ പറയുന്നത്. വാറണ്ടി ഫുൾ വാറണ്ടി, അത് അൺലിമിറ്റഡ് ബാറ്ററി അതുപോലെ തന്നെ മോട്ടർ. അപ്പം അങ്ങനെയാണ് അവർ പറയുന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ 3 വർഷം കഴിഞ്ഞ ഒരു റിട്ടേൺ പാക്കേജ് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചെടുക്കും 85 രൂപ നമുക്ക് തിരിച്ചു തരും എന്നാണ് അവർ പറയുന്നത്. 85,000 രൂപ തിരിച്ചു തരും എന്നാണ് അവർ പറയുന്നത് റിട്ടേൺ എടുക്കുമ്പോൾ. അപ്പോൾ അതിനൊരു ചെറിയൊരു നിബന്ധന വെച്ചിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ 30,000 കിലോമീറ്റർ ഓടിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതിന് കൂടുതൽ ഓടിച്ചു കഴിഞ്ഞാൽ ടേംസ് ആൻഡ് കണ്ടീഷൻ മാറി. അല്ലെങ്കിൽ ഐഡിയൽ കണ്ടീഷനിൽ അവരത് തിരിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ തോന്നുന്നില്ല 30,000 കിലോമീറ്റർ 3 വർഷം കൊണ്ട് ഓടിച്ച് തീർക്കും തോന്നുന്നില്ല. പിന്നെ ലൈഫ് അവർ അൺലിമിറ്റഡ് ആണ്. ബാറ്ററിക്കൊക്കെ 3 വർഷം വാറണ്ടി പറഞ്ഞു. അൺലിമിറ്റഡ് ആണ്, എങ്ങനെ വേണം യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കിലോമീറ്ററിന്റെ ഒരു ക്യാപ്പ് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അതുപോലെ എന്തൊക്കെയാണ് ഇതിൽ ഫീച്ചേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, നമുക്ക് കണ്ട് മനസ്സിലാക്കണ്ടേ. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ താക്കോല് തിരിച്ചിട്ട് വണ്ടി ഓൺ ചെയ്തു. വണ്ടി ഓൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് തിരിച്ചാലൊന്നും ആക്സിലേറ്റർ കൊടുത്താലൊന്നും വണ്ടി മൂവ് ആവില്ല. കാരണം മോട്ടർ ഓഫാണ്. മോട്ടർ ഓൺ ആവണമെങ്കിൽ ആദ്യം നമ്മൾ ഈ സ്റ്റാൻഡ് തട്ടണം. സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ മോട്ടർ പിന്നെ ഓൺ ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പ്രസ് ചെയ്തിട്ട് സാധാരണ ബൈക്കിൻ്റെ പോലെ തന്നെ ഇത് പ്രസ് ചെയ്തുകൊണ്ട് ഓൺ ചെയ്യാം. ഓൺ ചെയ്താൽ ഒരു ശബ്ദവും ഇല്ല, ജസ്റ്റ് ആ ഓൺ ആവുന്നതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് മാത്രമാണ് വരുന്നത്. നമ്മുടെ സാധാരണ സ്കൂട്ടറുകളുടെ പോലെ ശബ്ദമോ ഒന്നുമില്ല. അതിനുശേഷം സാധാരണ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും.
നല്ല ഒരു ഞാനിപ്പോൾ പോയത് ശരിക്കും നല്ല കുണ്ടും കുഴിയൊക്കെ ഉള്ള ഇതൊരു റോഡല്ല, ശരിക്കും പാടത്തിൻ്റെ നടുവിലുള്ള ഒരു വഴിയാണ്. അതിലാണ് പോയത്. അപ്പോൾ ആ ഒരു കല്ലിലൊക്കെ ചാടുമ്പോൾ നമുക്ക് അറിയുന്നില്ല, ആ ഒരു സസ്പെൻഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ശബ്ദം, ഞാനിപ്പോൾ വേറെ വണ്ടികൾ സ്കൂട്ടർ ഒക്കെ ഓടിച്ച് ശീലിച്ചിട്ട് ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ശരിക്കും ആ ഒരു മോട്ടറിൻ്റെ സൗണ്ട് മാത്രം, അതായത് ഒരു എയറോപ്ലെയിൻ പോകുന്ന പോലുള്ളൊരു ചെറിയൊരു മൂളൽ ശബ്ദം, അത് മാത്രമേ ഉള്ളൂ ശബ്ദമായിട്ട് പറയുന്നത്. നമുക്ക് മറ്റു വണ്ടികൾ ഓടിക്കുമ്പോൾ ഭയങ്കര ശബ്ദമാണ്. അപ്പോൾ ഒന്നാമത്തെ ശബ്ദത്തിൻ്റെ പൊല്യൂഷൻ ഇല്ലാതായി, അതുപോലെ പുകയില്ല എന്നുള്ളതൊരു കാര്യം. പെട്രോളോ ഡീസലോ ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ പുകയില്ല. അപ്പോൾ ആ ഒരു പൊല്യൂഷനും പോയി. ശരിക്കും ഒരു ഗ്രീൻ വണ്ടി തന്നെയാണ്. ഇതിലെടുത്ത് പറയേണ്ട വേറൊരു കാര്യം പാർക്ക് അസിസ്റ്റൻ്റ് ആണ്. ഈ പാർക്ക് അസിസ്റ്റൻ്റ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് പോകും. ഇപ്പോൾ പാർക്ക് അസിസ്റ്റൻ്റ് ഓൺ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് പോകും. നമ്മളൊരു കയറ്റത്തിലൊക്കെ നിർത്തിയിട്ടിട്ട് നമുക്ക് വണ്ടി ബാക്കിലേക്ക് തള്ളി കയറ്റാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ പാർക്ക് അസിസ്റ്റൻ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് റിവേഴ്സിലേക്ക് പോകാം. റിവേഴ്സും അത്യാവശ്യം നല്ല പവറിൽ തന്നെയാണ് വണ്ടി വരുന്നത്. അപ്പോൾ കയറ്റമൊക്കെ അങ്ങ് കയറി പൊക്കോളും. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയും കൊണ്ടുപോയിട്ടൊന്ന് റൈഡ് ചെയ്തിട്ട് വന്നു. അത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു 75 വരെയൊക്കെ സ്പീഡ് ടോപ്പ് കയറ്റി നോക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം റോഡ് കുറച്ച് തിരക്കുള്ള റോഡായതുകൊണ്ട് തന്നെ. ശരിക്കും നല്ലൊരു ഹൈവേയിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയും ഇതിൻ്റെ ടോപ്പ് സ്പീഡൊന്ന് നോക്കാമായിരുന്നു. അപ്പോൾ എന്തായാലും ഓവറോൾ സംഭവം ഓക്കെയാണ്. പിന്നെ ഈ പറയുന്ന ഇതിൻ്റെ കുറച്ച് ടേംസും കാര്യങ്ങളിലൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ബൈബാക്ക് അല്ലെങ്കിൽ തിരിച്ചെടുക്കുന്നതിൽ വരുന്ന കുറച്ച് ടേംസ്, അങ്ങനെയുള്ള കുറച്ച് ഡ്രോബാക്കുകളാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. ശരിക്കും ഒരു നല്ലൊരു, കാരണം ഒരു വീട്ടിലൊരു 4 പേരുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക്, ഇപ്പോൾ ലേഡീസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ എക്കോ മോഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ടൗണിൽ ടൗണിലൊക്കെ തിരക്കുള്ള റോട്ടിലൂടെയൊക്കെ പോകുമ്പോൾ എക്കോ മോഡ് ഉപയോഗിക്കാം. ഇനി കുറച്ച് യുവാക്കൾ അല്ലെങ്കിൽ റൈഡിങ് താല്പര്യമുള്ളവരൊക്കെ, നല്ല ഒരു ഇത് താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ അടുത്ത മോഡുകൾ സ്പോർട്സ് മോഡ്, റൈഡ് മോഡ്, അതുപോലെ തന്നെ വാർക്ക് മോഡ്, ഇതൊക്കെ ഉപയോഗിക്കാം. സംഭവം അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട്, ഡൗട്ടുകളോ അഭിപ്രായങ്ങളോ ഒക്കെ കമൻറ്റുകളായിട്ട് താഴെ അറിയിക്കുക. എല്ലാത്തിനും ഞാൻ മറുപടി തരാൻ ശ്രമിക്കും. അപ്പോൾ തൽക്കാലം നിർത്തട്ടെ. അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ കാണാം. ബൈ.